വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൂടെ 3.5 വർഷം നടന്ന് കൂലിയില്ല വേല ചെയ്ത ശിഷ്യന്മാർക്ക് യേശു നൽകിയത് ആർക്കും ഒരിക്കലും കാണുവാൻ സാധിക്കാത്തതും തൊടുവാൻ സാധിക്കാത്തതുമായ സമാധാനം എന്ന നിധി ആയിരുന്നു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനം അല്ല. യേശു നൽകിയ ഈ സമാധാനം അനുഭവിച്ചുകൊണ്ട് പൗലോസ് പറഞ്ഞു, യേശു നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, വേർപാട് നടിച്ചവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കി, കുരിശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, ഇരുപക്ഷത്തെയും ഏകശരീരത്തിൽ ദൈവത്തോട് നിരപ്പിച്ചു. അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. എഫേസ്യർ 2:14-17 വരെ. യേശു നമുക്ക് നൽകിയ നിധിയാണ് സമാധാനം. എന്നാൽ ഇന്ന് ഭൂമിയിൽ എവിടെയും സമാധാനം ഇല്ല. മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് ഗവൺമെൻറ് LP സ്കൂളിലെ അധ്യാപകർ സഞ്ചരിച്ച വാൻ ഏപ്രിൽ 17 വാൽപ്പാറ പൊള്ളാച്ചി ചുരം റോഡിൽ ഏതാണ്ട് 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഉണ്ടായ 9 പേരുടെ മരണം ഒരു നാടിൻ്റെ മുഴുവൻ സമാധാനവും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. തൃശ്ശൂർ പൂരത്തിനുള്ള വെടിക്കെട്ട് സാമഗ്രികൾ ഒരുക്കുന്നതിനിടെ ഏപ്രിൽ 21 വെടിക്കെട്ട് പുരയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ ജീവൻ പൊലിഞ്ഞ 15-ലധികം പേരുടെ ഭവനത്തിലും മാരകമായ പരിക്കുകളേറ്റവരുടെ ഭവനത്തിലും ഇന്ന് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. 2026 ഫെബ്രുവരി 28 പശ്ചിമേഷ്യയിൽ അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ രാജ്യങ്ങൾ തമ്മിലുണ്ടായ യുദ്ധം ഇന്നും അവസാനിക്കാതെ ലോകത്തിൻ്റെ മുഴുവൻ സമാധാനമല്ലേ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്? കലുഷിതമായ രാഷ്ട്രീയ ചേരിതിരിവുകളും മതപരമായ സംഘർഷങ്ങളും ഇന്ന് ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. സമാധാന ശ്രമങ്ങൾ ഒന്നും ഫലിക്കാത്ത നാളുകളാണ് മുമ്പിൽ ഉള്ളത്. യിരെമ്യാവ് പറയുന്നത്, സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിൻ്റെ മുറിവ് ലഘുവായി ചികിത്സിക്കുന്നു. യിരെമ്യാവ് 6:14. ലഘു ചികിത്സ കൊണ്ട് ഒരു ഫലവും ലഭിക്കില്ല. സമാധാനം അനുഭവമാക്കുന്നതിന് മേൽത്തരമായൊരു ചികിത്സ തന്നെ വേണം. ആ ചികിത്സ നൽകുന്ന ഇടമാണ് ഗാൽഗുഥായിലെ കുരിശ്. ഗാൽഗുഥായിലെ ചികിത്സയെക്കുറിച്ച് പൗലോസ് പറയുന്നത്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. കൊലോസ്യർ 1:20. ഇവിടെ ഉപയോഗിച്ച മെഡിസിൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ്. അവിടെ നടന്ന ചികിത്സയെക്കുറിച്ച് എബ്രായർ 2:15 പറയുന്നത്, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. മനുഷ്യൻ്റെ സമാധാനം ഇല്ലായ്മയ്ക്ക് കാരണം മരണഭീതിയാണ്. മരണത്തിന് കാരണം പാപമാണ്. പാപമെന്ന ഈ വൻ പ്രശ്നത്തിന് യേശു ക്രൂശിൽ കൂടി സമ്പൂർണ്ണമായ പരിഹാരം വരുത്തി. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ ശുദ്ധീകരണം മൂലം നഷ്ടപ്പെട്ടു പോയ സമാധാനം മനുഷ്യനിൽ പുനഃസ്ഥാപിക്കുകയാണ് യേശു ചെയ്തത്. യേശു തൻ്റെ സമാധാനമാണ് നമുക്ക് നൽകിയത്. യേശുവിൻ്റെ സമാധാനത്തിൻ്റെ രഹസ്യം എന്തായിരുന്നു? യേശുവിൻ്റെ ശുശ്രൂഷ മുഴുവൻ പ്രതികൂല സാഹചര്യത്തിൽ കൂടിയായിരുന്നു. അവന് തലചായ്പാൻ ഇടമില്ലായിരുന്നു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു. താൻ അനുഭവിക്കുവാൻ പോകുന്ന ക്രൂശിലെ കഠിനമായ വേദനയെക്കുറിച്ച് യേശുവിന് അറിയാമായിരുന്നു. എന്നാൽ ഈ വിധ സാഹചര്യങ്ങൾ ഒന്നും യേശുവിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തിയില്ല. അതിന് കാരണം തൻ്റെ പിതാവുമായിട്ടുള്ള നിരന്തര സംസർഗം ആയിരുന്നു. കഠിനമായ അധ്വാനത്തിനിടയിലും അവൻ പിതാവുമായിട്ടുള്ള ബന്ധത്തെ മറന്നില്ല. അതിരാവിലെ ഇരുട്ടുള്ളപ്പോഴും രാത്രി മുഴുവനും പിതാവുമായി സംസർഗത്തിൽ ഏർപ്പെട്ടിരുന്നു. പിതാവിൻ്റെ സാന്നിധ്യമാണ് പ്രതികൂല സാഹചര്യങ്ങളിൽ
എല്ലാം അവന് സമാധാന അനുഭവത്തിൽ നടത്തിയത്. ഇന്നത്തെ സമാധാന ഇല്ലായ്മയ്ക്ക് കാരണം ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടതാണ്. പ്രാർത്ഥന മാത്രമാണ് ദൈവമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഏക വഴി. അതിനാൽ കർത്താവുമായി നാം നിരന്തരം പ്രാർത്ഥനയിൽ കൂടി ബന്ധപ്പെടണം. അപ്പോൾ ഏത് കഷ്ടതകളുടെ മധ്യത്തിലും പ്രതിസന്ധികളിലും ഭയം കൂടാതെ സമാധാനത്തോടെ മുന്നേറുവാൻ നമുക്ക് കഴിയും. നമുക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങളുടെ മധ്യത്തിലും ഈ സമാധാനം നമ്മെ ബലപ്പെടുത്തും. കർത്താവേ, നീയുമായുള്ള നിരന്തര സംസർഗത്തിൽ കൂടി മാത്രം ലഭിക്കുന്ന സമാധാന അനുഭവത്തിൽ എന്നെയും നടത്തണമേ. ആമേൻ.